ഈ മഴയത്തും നമ്മുടെ പൂക്കൾ കണ്ടോ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പെരുമഴയത്തും നമുക്ക് പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരി ചെടി കണ്ടോ. അങ്ങനെ നമുക്ക് പൂക്കൾ തരുന്നതിനെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതിലൊന്നാമത്തെ പ്ലാന്റാണ് അലമാൻഡ. എത്ര ഭംഗിയായിട്ടാണ് നോക്കിയ പൂക്കൾ. മഴയൊന്നും ഇതിനൊരു പ്രശ്നമേ അല്ല. ഇച്ചിരി മഴയൊന്ന് തോർന്നപ്പം ബട്ടർഫ്ലൈസൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഈ അലമാൻഡ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ 2-3 കളേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു ക്രീമും ഉണ്ട്. അപ്പോൾ ഇതും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മെറൂൺ റെഡ് ഉണ്ട്. നല്ല ഭംഗിയാണ് ആ കളർ കാണാൻ. അപ്പോൾ ഇത് നിറച്ച് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണേ. കണ്ടോ നോക്കി, ഇതിന് വട്ടം അപ്പുറം ഇപ്പുറം എല്ലാം ഇത് പൂക്കളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പെറ്റൽസ് കണ്ടില്ലേ. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ അലമാൻഡ. കണ്ടോ, ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ എവിടെന്നെങ്കിലും നമ്മളൊരു കമ്പ് കൊണ്ടുവരുവാണെങ്കിൽ ആ കമ്പ് നമ്മൾ കവറിലെ മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി. ഈ അലമാൻഡ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് സപ്പോർട്ട് വേണേ. ഇതിൻ്റെ കമ്പുകളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കമ്പുകളാണ്. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ള കമ്പുകൾ. അതുകൊണ്ട് നമുക്കതിനെ ആദ്യം മുതൽ തന്നെ സപ്പോർട്ട് കൊടുത്ത് വേണം അതിനെ വെച്ച് വളർത്തിക്കൊണ്ട് വരാനാണ്. ഇതിനെ നിലത്ത് നമുക്ക് ഡയറക്റ്റും വളർത്താം. അതുപോലെ വലിയ ചട്ടികളിൽ നമുക്കൊരു ഇച്ചിരി കൂടെ ഒന്ന് പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുത്ത് ഒരു കുറച്ച് വളർന്നതിന് ശേഷം ഒരു വലിയ പോട്ടിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇതിന് കുറേ ഒറ്റ ചെടിയാണ്. ഇതിൽ ഇത്രയും ശാഖകൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിന് പെട്ടെന്ന് അങ്ങ് വളരും. ഇതിൻ്റെ ശാഖകൾ വരും. എന്നിട്ട് അതിലെല്ലാം നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവും. കണ്ടോ, മുഴുവനും കമ്പുകളാണ്. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒത്തിരി കമ്പുകളായി. കണ്ടോ, പ്രൂൺ ചെയ്ത് നമുക്കിതിനെ വേറെ കവറുകളിലൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതിനൊക്കെ കുറേ ക്ഷമ വേണം. നമ്മൾ ഓരോ ചെടിയുടെയും കമ്പുകളൊക്കെ പിടിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം കുറേ മെനക്കെടണം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഇത് ശരിക്കും ഒരു ക്രീപ്പർ പ്ലാന്റ് ഒന്നുമല്ല, പക്ഷേ ഇതൊരു കുറ്റിച്ചെടി പോലെ വളർന്നു നിൽക്കുന്ന ചെടിയാണ്. പക്ഷേ ഇതിനെ നമുക്ക് പിന്നെ ഇതുപോലെ ആർച്ചിലോട്ടൊക്കെ കെട്ടി കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീണ്ട കമ്പുകളാണ് ഇതിന്നിങ്ങനെ കിളിച്ച് വരുന്നത്. അതിലാണ് ഇതിന് പൂക്കളിങ്ങനെ ഉണ്ടാകുന്നത്. ഓരോ കമ്പുകളിങ്ങനെ വന്നിട്ട് അതിൻ്റെ എൻഡിലാണ് പൂക്കളുണ്ടാകുന്നത്. ഇതുപോലെ ഇങ്ങനെ നീണ്ട കമ്പുകൾ വളർന്നു വരുമേ. അതിൻ്റെ തായ് തണ്ടിൽ നിന്ന് കമ്പുകൾ ഇതുപോലെ നീണ്ട് വളർന്നു വരും. പിന്നെ ഈ കമ്പുകൾ ഇനി പാകമാകുമ്പോൾ അതിൽ നിന്ന് വേറെ കമ്പുകൾ വരും. കണ്ടില്ലേ, അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പൂക്കളാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് പോകും. എന്നാലും എന്നും പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ കാണും. രണ്ടാമത്തെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റാണ് മാൻഡിവില്ല. നോക്കിയേ, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇതേ കണ്ട് എപ്പോഴും ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുന്ന പ്ലാന്റ് മാൻഡിവില്ല. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. ഇത് പക്ഷേ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണേ. ഇതിനെ നമുക്കിങ്ങനെ കയറ്റി വിടേണ്ടി വരും. ഇതേ കണ്ടോ, ഇതിൻ്റെ കമ്പുകൾ കണ്ടില്ലേ, ഇതുപോലെയാണ്. ഇത് കിളിച്ച് വന്നിങ്ങനെ ക്രീപ്പറായിട്ട് വളർന്നു വരും. നമ്മളതിനെ ഒന്ന് പടർത്തി കൊടുക്കണം. മഴയൊന്നും അതിനൊരു പ്രശ്നമേ അല്ല, എപ്പോഴും പൂക്കളാണ്. ഇതിൻ്റെ ഒരു ചെടി നമ്മൾ വെച്ചാൽ മതി. അതിൻ്റെ മുട്ടുകളാണ് ഈ നിൽക്കുന്നതെല്ലാം. മാൻഡിവില്ലയുടെ കണ്ടോ, മാൻഡിവില്ല നമ്മൾ ഈ ഇതുപോലെ ഇതിൻ്റെ കണ്ടോ വള്ളിയായിട്ട് ഇങ്ങനെ കയറി വരുന്ന പ്ലാന്റാണ്. ഇത് വൈറ്റാണ്. നമുക്കിതിൻ്റെ റെഡൊക്കെ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. റെഡ് നമുക്ക് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു, അത് പോയി. എപ്പോഴും ഇങ്ങനെ നിറയെ മുട്ടുകളാണേ. വരുന്ന വള്ളികളിലെല്ലാം മുട്ടുകളാണ്. ഈ ചെടി നമുക്ക് ആർച്ചിലൊക്കെ കയറ്റി വിടാൻ പറ്റുമേ. വീടിൻ്റെ സൈഡിലോ റൂഫിലോട്ടോ ഒക്കെ കയറ്റാൻ പറ്റും. ഈ മാൻഡിവില്ലയുടെ ആണെങ്കിലും കൊണ്ട് ഇതുപോലുള്ള കമ്പ് ഉണ്ടോ, ഒരു പച്ച കളർ മാറിയ കമ്പ് നമ്മൾ ഒരു കവറിലെ മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ മതി. മേൽമണ്ണ് എടുത്തിട്ട് അതിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി. നമുക്ക് പിടിച്ച് കിട്ടുന്നതാണേ. അടുത്തായിട്ട് ചെമ്പരത്തി കണ്ടോ, നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടും.
വർഷം മുഴുവനും നമുക്ക് പൂക്കളുണ്ട്. മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല, അതിങ്ങനെ പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഉണ്ടോ? അതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകത. കണ്ടോ ചെമ്പരത്തി? ഫുള്ള് പൂക്കളാണ് നമ്മളിവിടെ എല്ലാം, ഇത്രയും മഴയുണ്ടായിട്ടും. അതുപോലെ അടുത്ത പ്ലാന്റാണ് മഴയെ പേടിക്കാതെ എപ്പോഴും പൂക്കൾ ഇങ്ങനെ മഴയത്തും പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന കോളാമ്പി ചെടി. കണ്ടോ? മഞ്ഞ കോളാമ്പി. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക്, എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് ഇത്. നമുക്ക് പൈപ്പിനകത്തൂടെ ഒക്കെ കയറ്റി വിട്ട് അങ്ങനെ വളർത്തിയാലും നല്ല ഭംഗിയിൽ നിൽക്കുമേ. കുറ്റിച്ച് അങ്ങനെ വളർത്താൻ പറ്റും. അപ്പം നല്ല രീതിയിൽ അതിന് പൂക്കൾ നിറഞ്ഞു നിൽക്കും. ഇതിലേത് ചെടിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ 4 ചെടി പരിചയപ്പെടുത്തി. അലമാൻഡ, മാൻഡിവില്ല, ചെമ്പരത്തി, അതുപോലെ കോളാമ്പി ചെടി. കണ്ടോ? ഇത് നമുക്ക് പല രീതിയിൽ വളർത്താം. ഇത് മതിലിൻ്റെ സൈഡിലാണ് കയറി കിടക്കുന്നത്. അതുപോലെ അടുത്തായിട്ട് നമ്മുടെ 10 മണി കണ്ടോ? മഴയൊന്നും പ്രശ്നമല്ല, പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ മഴയത്താണ് ഈ ചെടി കൂടുതലും പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിത് മഴയത്തുനിന്ന് അങ്ങനെ മാറ്റാറില്ല. അതുപോലെ ശക്തമായ മഴ വരുമ്പോൾ നമുക്ക് തോന്നുവാണ് ഇത് നശിച്ചു പോകുമെന്ന്, അതുപോലെ തോന്നുവാണെങ്കിൽ മാത്രമേ. പക്ഷേ ഇതിലിപ്പോഴും ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് മാറ്റാനേ തോന്നില്ല. കുറച്ച് വെയിലൊക്കെ കിട്ടും. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടോ? നമ്മുടെ കുറേ 10 മണി ചെടികളുണ്ട്. എല്ലാം പൂക്കളും ഉണ്ട്. കണ്ടോ? ഇത്രയും മഴയാണെങ്കിലും ഇതിലിങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. എത്ര ഭംഗിയാണ്. നമുക്കിതുപോലെ ഒരു നിലത്ത് നട്ട് വളർത്താൻ പറ്റും. 10 മണി പാടം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതലായിട്ട് വെച്ച് പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കണ്ടോ? അടുത്ത നമ്മുടെ ഉണ്ടോ എപ്പോഴും നമുക്ക് മഴയത്തെല്ലാം പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് നമ്പ്യാർ വട്ടം. അപ്പോൾ നമുക്ക് ഈ ചെടിയും അതുപോലെ വളർത്താൻ പറ്റുമേ. പൂക്കൾ എപ്പോഴും കിട്ടണമെങ്കിൽ ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ചട്ടിയിലും വളർത്താം, നിലത്തും വളർത്താം. അത്യാവശ്യം ചെറിയ വെയിലൊക്കെ കിട്ടിയാൽ മതി. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള പ്ലാന്റാണേ. കണ്ടോ? ഇതിൻ്റെ ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. ഹൈബ്രിഡ് ഇനമാണ് ഇതുപോലെ ബുഷായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഹൈറ്റിലൊന്നും കയറി പോകത്തില്ല. പിന്നെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. നിറയെ എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ്. ചൂട് സമയത്തും പൂക്കളുണ്ടാവും. എന്നാൽ മഴ സമയത്താണ് ഇതിൻ്റെ പൂക്കൾ കൂടുതലായിട്ട് വിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ചെടി പിടിപ്പിക്കാവുന്നതാണ്. അത് വേഗത്തിൽ നമുക്ക് പിടിച്ചു കിട്ടും, നമ്പ്യാർ വട്ടത്തിൻ്റെ കമ്പുകൾ. അടുത്ത് നമ്മുടെ മൊസാണ്ട കണ്ടോ? എന്ത് സൂപ്പറാന്ന് നോക്കിയേ. ഇതാ 7ാമത്തെ പ്ലാന്റ്. നോക്കി, എപ്പോഴും ഇങ്ങനെ പൂക്കൾ തരുന്ന മൊസാണ്ട. ഇത് നമുക്ക് നമ്മുടെ മതിലിൻ്റെ സൈഡിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ ഗാർഡനെ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കി, കൊലകൊലയായിട്ട് പൂക്കളിങ്ങനെ എപ്പോഴും വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെടിയാണ്. മഴയത്തൊക്കെ പൂക്കളുണ്ടാകുന്ന ചെടി. ഇപ്പം ഇനി മൊസാണ്ടയുടെയൊക്കെ ഈ ചൂട് സമയം കുറഞ്ഞതുകൊണ്ട് ബൊഗൈൻവില്ല പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പൂക്കളൊന്ന് കുറഞ്ഞു. അപ്പം നമുക്ക് ഇതുപോലുള്ള പ്ലാന്റ്സുകളെ വാങ്ങി വളർത്താൻ പറ്റും. 8ാമത് നമ്മുടെ തെച്ചി കണ്ടോ? നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ്. ഇതിൻ്റെ വൈറ്റ് തെച്ചിയാണ്. കുറേ പൂക്കളുണ്ടായിരുന്നു ഇതിലെ, കുറേ എല്ലാം പൊഴിഞ്ഞു പോയി മഴയത്തെ. കണ്ടോ? എൻ്റെ കയ്യിലൊരു 3-4 കളറുണ്ട്. ഇതിൻ്റെ കമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഈ തെച്ചിയുടെ. എപ്പോഴും പൂക്കളും ഉണ്ട്. ഇതിന് നാടനും ഉണ്ട്, ഹൈബ്രിഡ് ഇനവും ഉണ്ട്. നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ? വൈറ്റ് പൂക്കൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നമ്മുടെ പൂക്കളൊക്കെ തന്നെ ഇത്രയൊക്കെ ഉണ്ട്. കുറേ കൊടിഞ്ഞു പോയി. കണ്ടോ?
അടുത്ത നമ്മുടെ സൺഡേ മൺഡേ കണ്ടോ, എപ്പോഴും നമുക്കിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. വലിയ വെയിലൊന്നും വേണ്ട, ചെറിയൊരു വെയിലൊക്കെ കിട്ടിയാൽ മതി. മറ്റു മരങ്ങളുടെയൊക്കെ ഇടയ്ക്കൊക്കെ വെച്ചാലും ഇതിൽ നിറയെ പൂക്കളുണ്ടാകും ചെടിയാണ്. നമ്മളിത് പ്ലാന്റ്സ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട പ്ലാന്റാണ്. പിന്നെ നമ്മൾ വലിപ്പം വയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ ചട്ടിയൊന്ന് മാറ്റി കൊടുത്താൽ നല്ലത്. ഞാനിപ്പോൾ ഇത് വലിയ ചട്ടിലോട്ട് മാറ്റി വെക്കുവാണേ. കണ്ടോ, നിറയെ പൂക്കുന്നൊരു ചെടിയാണ് സൺഡേ മൺഡേ. നല്ല സ്മെല്ലുമാണേ. എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ. കേട്ടോ, നിറയെ മുട്ടുകളാണ്. നമ്മളൊരു പൂക്കൾ സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അന്നേരം വീണ്ടും കേട്ടോ, ഇത് നിറയെ മുട്ടുകളാണ്. കണ്ടോ, മുട്ടുകൾ കണ്ടോ. ഇപ്പം അത് പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാമേ. എപ്പോഴും ഇങ്ങനെ പൂക്കളാണ് കേട്ടോ. അടിപൊളി പ്ലാന്റാണ് ബ്രൈഡൽ ബൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.